ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആനകളാണ് കേട്ടോ, രാമനും ദേവിദാസനും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ല എന്തോ ഉദ്ദേശം എന്നുള്ളത്. അതെ, നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമനും ദേവിദാസനും കാണാനായിട്ട് പോവാണ് കേട്ടോ. നമുക്ക് തോന്നുമ്പോഴൊക്കെ ഞാനും ചേട്ടനും കൂടി വരാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിത് ഫാമിലി ആയിട്ടാണ് പോണത്. അച്ഛനമ്മയൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ആ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആനനെ കാണാൻ പോവാട്ടോ. എപ്പോൾ അവിടേക്ക് പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകാറുള്ളത്. പഴമോ തണ്ണിമത്തനോ ജിലേബിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് പോവാറ്. ഇപ്രാവശ്യം നമ്മളത് ജിലേബിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദൂരം പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ വരും കേട്ടോ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പേരാമംഗലം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയാണ് കേട്ടോ. ആ വഴിയിൽ കൂടെ ഒരു 1.5-2 കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് തെച്ചിക്കോട്ടുകാവ് അമ്പലത്തിൽ എത്താനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും കേട്ടോ. ആനനെ കാണാനായിട്ട് എപ്പോഴും പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോൾ ചെല്ലുമ്പോഴും അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെയും ദേവിദാസിൻ്റെയും വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും കേട്ടോ. വേറെ ഒന്നല്ല, രാമനായാലും ദാസപ്പനായാലും രാവിലെ നടത്തിക്കാൻ കൊണ്ടുപോകാറുള്ള വഴിയാണ് കേട്ടത്. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള കറക്റ്റ് ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഗ്രൗണ്ടിൽ നിന്ന് നേരെ ലെഫ്റ്റ് കാണുന്നതാണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവി ക്ഷേത്രം കേട്ടോ. പിന്നെ കർക്കിടകം 1 തുടങ്ങി 10 ദിവസം വരെ രാമദാസന്മാർക്ക് ആനയൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ എനിക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അമ്പലത്തിനോട് ചേർന്നിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അത് ഇവരെ തന്നെയാണ് കേട്ടോ. അതിനൊപ്പം തന്നെ ഗൾഫ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലക്സ് ഉണ്ട്. അതിൽ നമ്മുടെ രാമൻ്റെയും ദേവിദാസിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്തോ കണ്ണ് ഡോക്ടറുടെ സേവനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കടന്നിട്ട് വേണം രാമനായാലും ദേവിദാസനായാലും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ കൈകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ രാമൻ്റെ 2ാം പാപ്പ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൾ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കൈ ചൂണ്ടി കാണിച്ചത്. പക്ഷേ ആൾ ഭക്ഷണം കഴിക്കായിരുന്നേ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നേരെ നമ്മളത് എത്തിയിട്ടുണ്ട് കേട്ടോ. രാമൻ്റെയും ദാസൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, ദാസപ്പൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകൾ ചികിത്സയിലായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വേറെ ഫ്രൂട്ട്സോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയി ജിലേബി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം പോയപ്പോൾ രാമനെയും ദേവിദാസനും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റിയിട്ടാ. അല്ലെങ്കിൽ പിന്നെ ദേവിദാസൻ ഇവിടെയും രാമൻ തൊട്ടിപ്പുറത്തുള്ള ഷെഡിലാണ് കേട്ടോ കാണാറ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുമിച്ച് അവരെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നന്ദുന് 1 വയസ്സായ സമയത്താണ് കേട്ടോ നമ്മൾ അവസാനമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6 മാസം മുൻപൊക്കെയാണ് നമ്മളിവിടെ ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൾ ഭയങ്കര ആകാംക്ഷയിലൊക്കെയാണ് കേട്ടോ. ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. രാമൻ രാമ രാമൻ അങ്ങോട്ട് പോകാൻ പാടില്ല. ആന കിട്ടിയ രാമൻ വിളിച്ച
എന്താടാ എന്തുകൊണ്ട് കിട്ടണം എന്തുകൊണ്ട് അപ്പം നമ്മളവിടെ എത്തിയ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളവിടെ ആനയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് ആ ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ രാമൻ്റെ ഒന്നാം പാപ്പനായ രാമേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് പോകുന്നുണ്ടെങ്കിലും രാമേട്ടനെ കാണാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. നേരിട്ട് കാണാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമാണ് കേട്ടോ രാമേട്ടനെ നേരിട്ട് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ചേട്ടൻ ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ നമ്മൾ അമ്പലവും ആനേനൊക്കെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകും കേട്ടോ. രാമനെയും ദേവദാസിനും കാണാൻ തോന്നിയാൽ നമ്മൾ വീണ്ടും പേരാമംഗലം വരെ പോകും. അത് നമ്മൾ പുതിയ വ്ളോഗായിട്ട് ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിലേബി എന്തായാലും അവിടെ ആനയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.